നമസ്കാരം, ഞാൻ ബോബൻ ബി കിഴക്കേത്തറ. ഇന്ന് ആലുവ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഞങ്ങൾ ഡ്രീം മലയാളം ചാനൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പട്ടണങ്ങളിലൊന്നായ ആലുവ നഗരസഭയ്ക്ക് 26 വാർഡുകളാണ് ആകെയുള്ളത്. UDFന്റെ പേരിൽ കോൺഗ്രസും LDFന്റെ പേരിൽ CPMഉം ഘടകകക്ഷികളും NDAയുടെ പേരിൽ BJPയും ഘടകകക്ഷിയുമുണ്ടെങ്കിലും ഇവർക്കെല്ലാം റിബൽ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇതിനു മുമ്പ് ആലുവ നഗരസഭയുടെ അധ്യക്ഷയായിരുന്ന ലിസി എബ്രാഹിമിന്റെ ലിബർ സ്ഥാനാർത്ഥിത്വമാണ് ഏറെ ചർച്ചയായിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായ ഗെയിൽസ് ദേവസിയെ UDF പക്ഷത്ത് കൊണ്ടുവരാനും സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് വലിയൊരു നേട്ടമാണ്. എന്നാൽ NDA അവരുടെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചത് പ്രചരണ രംഗത്ത് ഒരു മുൻതൂക്കം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലുവ നഗരസഭയിലെ 26 വാർഡുകളിലും UDF, LDF, NDA ത്രികോണ മത്സരം ഉറപ്പാണ്. എന്നാൽ ഇതോടൊപ്പം റിബൽ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രചരണം ശക്തമാക്കിയതോടെ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. പല വാർഡുകളിലും ആർക്കാണ് വിജയമെന്ന് പറയാനാവാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്.